Hello guys, welcome back to a new episode of Check Engine. ഇന്ന് നമുക്ക് കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു 10 കാറുകളെ പരിചയപ്പെട്ടാലോ? ടോർപെഡോ എന്ന പേരിൽ കൂടെ അറിയപ്പെട്ടിരുന്ന ടക്കർ 48 ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ്സ്, പോപ്പ് ഔട്ട് ഗ്ലാസ്, ഡിസ്ക് ബ്രേക്സ് ഒക്കെയാണ്. അത് കൂടാതെ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ഒരു തേർഡ് ഹെഡ്ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. 1948 സമയത്ത് ഈ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ള കാറുകളിലൊന്നുമില്ലാത്ത ലക്ഷറി ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആയിരുന്നു. റെയർ എൻജിൻ ലേഔട്ടിലുണ്ടായിരുന്ന ഈ കാറിൽ 5.5 ലിറ്റേഴ്സ് ഫ്ലാറ്റ് 6 എൻജിനായിരുന്നു ഉണ്ടായിരുന്നത്. 1954 ഇൻട്രൊഡ്യൂസ് ചെയ്ത മെർസിഡീസ് 300 SL അന്ന് പ്രൊഡക്ഷൻ ചെയ്തിരുന്ന കാറുകൾക്കിടയിലും ഇന്നും ഒരു ലെജൻഡറി ഫിഗറാണ്. ഇതിൻ്റെ മെയിൻ റീസൺ ആ ഒരു ഐക്കോണിക് ഗൾവിംഗ് ഡോഴ്സ് ആണ്. ആദ്യമായി ഗൾവിംഗ് ഡോഴ്സ് പ്രത്യക്ഷപ്പെട്ടത് ഈ ഒരു മെർസിഡീസ് 300 SLലായിരുന്നു. അത് കൂടാതെ ഫൈറ്റർ പ്ലെയിൻ ഇൻസ്പയർഡ് ആയിട്ട് ആദ്യമായി ഒരു പ്രൊഡക്ഷൻ കാറിൽ ഡയറക്റ്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നത് ഈ ഒരു 300 SLലായിരുന്നു. അതുകൊണ്ട് തന്നെ മാസിവ് പവറും സ്പീഡും ഒക്കെ ഈ കാറിനുണ്ടായിരുന്നു. 215 HP 160 mile/hour ഒക്കെ 1954 സമയത്ത് ഒരു കാറിൽ ആദ്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ റേഞ്ച് എന്തുവായിരുന്നു. 1963 മുതൽ 1981 വരെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന മെർസിഡീസ് ബെൻസ് 600ലായിരുന്നു ആദ്യമായി അഡ്ജസ്റ്റബിൾ എയർ സസ്പെൻഷൻ ടെക്നോളജി അവതരിപ്പിച്ചത്. അതുകൊണ്ട് എക്സ്ട്രീം കംഫർട്ടും ഒരു സുപ്പീരിയർ ലക്ഷറി ട്രാവലിംഗ് എക്സ്പീരിയൻസും ഒക്കെ ആയിരുന്നു ഈ കാർ തന്നുകൊണ്ടിരുന്നത്. 1963 ഈ കാർ അവതരിപ്പിച്ചപ്പോൾ ഇതായിരുന്നു അന്ന് ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ലക്ഷറി കാർ. ഇതിൻ്റെ ലോങ് വീൽ ബേസ് വേരിയൻറ്റിൽ 4 റെയർ സീറ്റ്സും പിന്നെ ഡ്രൈവർ കമ്പാർട്ട്മെൻറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു പവർ ഡിവൈഡർ വിൻഡോയും ഒക്കെ കാണാം. എൻജിൻ സ്പെക്സ് നോക്കിക്കഴിഞ്ഞാൽ 6.3 ലിറ്റർ V8 ആയിരുന്നു വിത്ത് 250 HP ആസ് വെൽ. ഈ ഒരു കാർ നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഇൻറ്റീരിയർ നോക്കിയാലാണ് ഈ കാർ ഏതാ മുതലെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കാറിൻ്റെ ഇൻറ്റീരിയർ കൺസോൾ നമുക്കൊരു ടച്ച് സ്ക്രീൻ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഫ്യൂവൽ ലെവൽ, ക്ലൈമറ്റ് കൺട്രോൾ, ക്ലോക്ക്, സ്റ്റീരിയോ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീൻ വഴി അറിയാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നു. ടച്ച് സ്ക്രീൻ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള LCD മോണിറ്റർ സ്ക്രീൻസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ബ്രൈറ്റ് നിയോൺ ഗ്രീൻ ഡിസ്പ്ലേ ഉള്ള CRT മോണിറ്റർ ആയിരുന്നു ഈ കാറ്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാർ നിർമ്മിക്കണം. അതിന് ഹൈവേസും ഓഫ് റോഡും ഒക്കെ ഒരേപോലെ ഓടിച്ചെല്ലാനും പറ്റണം. ഈ ഒരു ഐഡിയയിൽ നിന്ന് രൂപം കൊണ്ട കാറാണ് AMC ഈഗിൾ. അവിടുന്ന് പിന്നീട് ഇന്ന് കാണുന്ന SUV ഡിസൈൻസിനൊക്കെ വഴിവെച്ചതും ഈ ഒരു AMC ഈഗിളാണ്. ഈ ഒരു കാർ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെയും 4 വീൽ ഡ്രൈവ് സിസ്റ്റംസ് ജീപ്പിലും പിക്കപ്പ് ട്രക്കിലും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കാർ ഇറങ്ങിയതിന് ശേഷമാണ് 4 വീൽ ഡ്രൈവ് സിസ്റ്റം പാസഞ്ചർ കാറുകളിലേക്കൊക്കെ എത്തിത്തുടങ്ങിയത്. 1980 ജനീവ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച ഈ ഒരു ഔഡി കോഡ്രോയിലായിരുന്നു ആദ്യമായി ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റംസ് ഉപയോഗിച്ചത്. ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റംസ് മാത്രമല്ല, ടർബോ ചാർജ്ഡ് എൻജിനും ഒക്കെ ഈ ഒരു കാറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്യായ ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ കാർ തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നീട് റാലി റേസിങ്ങിലുമൊക്കെ ഒരുപാട് ചാമ്പ്യൻഷിപ്സ് ഔഡി കോഡ്രോ വിൻ ചെയ്തിട്ടുണ്ട്. എൻജിൻ സ്പെക്സ് നോക്കിക്കഴിഞ്ഞാൽ 2.1 ലിറ്റർ ടർബോ ചാർജ്ഡ് ഇൻലൈൻ 5 എൻജിൻ വിത്ത് 197 ഹോഴ്സ് പവർ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. പോർഷെ 959 ഒരു ലെജൻഡറി സൂപ്പർ കാർ ആയിരുന്നു. കാരണം ഈ വണ്ടിയിൽ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, വേരിയബിൾ ടോർക്ക് സിസ്റ്റം, ആക്റ്റീവ് സസ്പെൻഷൻ, സീക്വൻഷ്യൽ ട്വിൻ ടർബോ ചാർജിങ്, പിന്നെ ലൈറ്റ് വെയ്റ്റ് എയറോഡൈനാമിക് ഡിസൈൻസ്, അങ്ങനെ എല്ലാം 959 റിലീസ് ആകുന്ന ടൈമിൽ ഇതായിരുന്നു ഫാസ്റ്റസ്റ്റ് സ്ട്രീറ്റ് ലീഗൽ പ്രൊഡക്ഷൻ കാർ. എൻജിൻ സ്പെക്സ് നോക്കിക്കഴിഞ്ഞാൽ 2.8 ലിറ്റർ ട്വിൻ ടർബോ ചാർജ് ഫ്ലാറ്റ് 6 എൻജിൻ വിത്ത് 444 ഹോഴ്സ് പവർ ആയിരുന്നു. പിന്നെ 0 to 100 എത്താൻ ഏതാണ്ടൊക്കെ ഒരു 3.7 സെക്കൻഡ്സ് ഒക്കെ മതിയായിരുന്നു.
ജനറൽ മോട്ടോഴ്സിൻ്റെ EV1 ആയിരുന്നു ആദ്യമായി മാസ് പ്രൊഡക്ഷൻ ചെയ്ത പേർപ്പസ് ബിൽഡ് ഇലക്ട്രിക് കാർ. ഒരു ലൈറ്റ് വെയ്റ്റ് കൂപ്പേ ഡിസൈനിൽ ഉണ്ടായിരുന്ന EV1-ന് 137 HP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പോരായ്മ ഇതിൻ്റെ ബാറ്ററിയുടെ ടോട്ടൽ റേഞ്ച് ആയിരുന്നു. 64 കിലോമീറ്റർ മാത്രമേ ഈ ഒരു ബാറ്ററിക്ക് റേഞ്ച് ഉള്ളായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് വന്ന ഇലക്ട്രിക് കാർസിൻ്റെ ഒക്കെ മുൻഗാമിയായിട്ട് നമുക്ക് E1-നെ പരിഗണിക്കാം കേട്ടോ. BMW i8 ഹൈബ്രിഡ് എഫിഷ്യൻസി എങ്ങനെ ഒരു സ്പോർട്സ് കാറിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്ന മുതൽ ഫ്യൂച്ചറിസ്റ്റിക് ലൈറ്റ് വെയ്റ്റ് എയറോഡൈനാമിക് ഡിസൈൻ, ഫ്യൂവൽ എഫിഷ്യൻസി കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഹൈ പെർഫോമൻസ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് സിസ്റ്റം, ഇതെല്ലാം i8-ൻ്റെ ഫീച്ചേഴ്സാണ്. 357 ഹോഴ്സ് പവറോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ കാറിന് 0 to 100 എത്താൻ വെറും 4.4 സെക്കൻഡ്സ് മാത്രം മതി. ഇനി മൈലേജ് നോക്കിയാലോ, അത് 47 km/L ഒക്കെ ഉണ്ട്. മിഷൻ ഇമ്പോസിബിൾ 4-ൽ ആ ഒരു മുംബൈ കാർ ചേസ് സീനിലും ഷാറൂഖ് ഖാൻ്റെയും സച്ചിൻ്റെയും മുകേഷ് അംബാനിയുടെയും ഒക്കെ കാർ കളക്ഷനിൽ i8 സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ടെസ്ല റോഡ്സ്റ്റർ മാസ് പ്രൊഡക്ഷനിൽ വന്ന ലോങ് റേഞ്ച് ബാറ്ററി ഉള്ള സ്പോർട്സ് കാർ. മോഡിഫൈ ചെയ്ത ലോട്ടസ് എലീസിൻ്റെ ചേസിയിലായിരുന്നു ടെസ്ല റോഡ്സ്റ്റർ ബിൽഡ് ചെയ്തെടുത്തത്. പവർ ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ റെയർ വീൽ ഡ്രൈവ് ലേഔട്ടിലുള്ള 248 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 3 phase AC ഇൻഡക്ഷൻ മോട്ടറാണ്. റോഡ്സ്റ്ററിൻ്റെ റേഞ്ച് വരുന്നത് 244 മൈൽസ് ആണ്. അതായത് ഏകദേശം ഒരു 394 കിലോമീറ്ററോളം. അയൺമാൻ 2 പടത്തിലെ ഒരു ഗാരേജ് സീനിലും പിന്നെ പബ്ജി, ഗ്രാൻഡ് ടൂറിസ്മോ, ആഷ്പാൾട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗെയിമുകളിലുമൊക്കെ നമ്മുടെ ഈ ടെസ്ല റോഡ്സ്റ്റർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇതാണ് നമ്മുടെ ടോപ്പ് 10 കാലത്തിന് മുന്നേ സഞ്ചരിച്ച കാറുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത്. ആൻഡ് ഓൾസോ നിങ്ങളൊരു കാർ ഗീക്ക് ആണെങ്കിൽ ഞങ്ങൾ ചെയ്ത ബാക്കി വീഡിയോസ് ഒന്ന് കണ്ട് ഒരു ലൈക്കും കൂടി ഇട്ടേക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും